ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. രണ്ട് സിനിമകളുടെ ബിഗ് അപ്ഡേറ്റ് ഉണ്ട്. ഒന്ന് ഇന്നലെ വന്നതാണ്, ഒന്ന് ഇപ്പോൾ കുറച്ച് നേരത്തെ വന്നതാണ്. യെസ്, രണ്ട് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള, രണ്ട് ജോണറിൽ നിന്നുള്ള വ്യത്യസ്തമായ രണ്ട് സിനിമകളുടെ അപ്ഡേറ്റ് ആണ്. ഒന്ന് ടോക്സിക്, യഷിന്റെ ടോക്സിക്. മറ്റൊന്ന് വല, അരുൺ ചന്തു സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. സിനിമയിൽ നമ്മുടെ ജഗതി ചേട്ടൻ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. അതെ, ആ പോസ്റ്റർ കണ്ടപ്പോൾ കുറച്ചധികം കാര്യങ്ങൾ നമുക്കങ്ങ് മനസ്സിലേക്കങ്ങ് കയറിയോ. അതൊരു സത്യം കേട്ടോ. ഇന്നലെ ആളുടെ ബർത്ത്ഡേ ആയിരുന്നു, അതിന്റെ സ്പെഷ്യലായിട്ടാണ് പോസ്റ്റർ വന്നിട്ടുള്ളത്. പിന്നെ വേറെ കാര്യം എന്താ അറിയോ, ഈ രണ്ട് സിനിമകൾ രണ്ട് ഇൻഡസ്ട്രിയാ. അതെ, പക്ഷെ ഇതിനെ രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന ഒന്നുണ്ട്. മലയാളി. തീർച്ചയായിട്ടും മലയാളി ഇല്ലാത്ത സ്ഥലോ എവിടെ എന്തുണ്ടെങ്കിലും അവിടെ ഉണ്ടാവും. എന്തായാലും ഒരു വലിയ സിനിമ വരാൻ പോകുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമ അതായിരിക്കും ടോക്സിക്, ഉറപ്പല്ല. കാരണം KGF 2 എന്ന സിനിമക്ക് ശേഷം യഷിന്റെ അടുത്ത സിനിമയാണ്. അത്ര വലിയ സിനിമയായിരിക്കും അത്. ഇന്ത്യയിലെ തന്നെ ഒരു വലിയ സിനിമ KGF 2. അതിലെ നായകൻ അത് കഴിഞ്ഞിട്ടൊരു സിനിമ ചെയ്യാണ്ട് 2-3 വർഷം സിനിമ ചെയ്തിട്ടില്ല. പിന്നീട് ആളുടെ വരാൻ പോകുന്ന സിനിമ ടോക്സിക്. അപ്പൊ അത് വെറുതെ ചുമ്മാ ചിന്തിച്ചാൽ പോലും എന്തൊരു പടമായിരിക്കും എന്നുള്ളതാണ് വരുന്നത്. കാരണം KGF-ന്റെ വലിപ്പം അതവിടെ നിൽക്കുകയാണ്. അതിനുശേഷം വരുന്ന സിനിമ എന്തായാലും ചെറിയൊരു സിനിമ ആയിരിക്കുമല്ലോ. നമ്മളിങ്ങനെ കാത്തിരിക്കണം മുതലിനെ അഴിച്ചുവിടാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും എന്തായാലും ഇവർ അഴിച്ചുവിടാൻ പോവാണ്. 8-ാം തീയതി ചെറുങ്ങനെ കാണാൻ പറ്റും നമുക്ക്. ശരിക്കും ആ ഒരു പവറോടെ, അന്ന് എങ്ങനെ തിരിച്ചു പോയോ അതിനേക്കാൾ എക്സ്ട്രാ പവറോടെ ഒരു തിരിച്ചുവരവുണ്ട്. അതും വേറൊരു കിടില ലുക്കിൽ. അതെ, അതാണ് കാത്തിരിക്കുന്നത്. ഒരുപാട് പേർക്ക് ഒരു പേടി ഉണ്ടാവും. കാരണം നമ്മുടെ മലയാളികൾക്കേ പേടി ഉണ്ടാവുള്ളൂ കേട്ടോ. കാരണം നമ്മുടെ ഗീതു മോഹൻദാസ് എങ്ങനെയാണ് ഇത് ഒരുക്കി വെക്കാൻ പോകുന്നത് എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവും. പക്ഷെ ആ ടെൻഷൻ്റെ ആവശ്യമില്ല. നമ്മുടെ മലയാളികളുടെ ഒരു അഭിമാനമായി മാറും. തീർച്ചയായിട്ടും ഈ സിനിമ പുറത്തു വരട്ടെ. ഒരു ഗംഭീര സിനിമ തന്നെ ആവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും ഇതിന്റെ അനൗൺസ്മെന്റ് പോസ്റ്റർ കാണാം. ഒരു അപ്ഡേറ്റ് ആൾറെഡി വന്നിട്ടുണ്ടായിരുന്നു, ഉടനടി വരും എന്നുള്ളത്. സൂൺ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് അനൗൺസ് ചെയ്തു എപ്പോഴാണ് ഇത് വരുന്നത് എന്നുള്ളതൊക്കെ. ചെറുതായിട്ട് വെറുതെ ഇറക്കി വിട്ടിരിക്കുകയല്ല കേട്ടോ, ശരിക്കും ഒരു ലുക്ക് തന്നെ വന്നിട്ടുണ്ട്. അത് സത്യം. ശരിക്കും ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിനൊക്കെ പറ്റുന്ന ഒരു പോസ്റ്ററാണ് അനൗൺസ്മെന്റ് പോസ്റ്റർ ആയിട്ട് വിട്ടിട്ടുള്ളത്. സത്യം. അപ്പം അനൗൺസ്മെന്റ് ചെയ്ത് ഇനി വരാൻ പോകുന്ന മുതൽ എങ്ങനെയായിരിക്കും? അപ്പൊ എന്തായാലും വീഡിയോ ആയിരിക്കൂലേ? വീഡിയോ ആവാനാണ് ചാൻസ് കൂടുതൽ. വീഡിയോ ആണെങ്കിൽ തകർത്ത് അഴിച്ചുവിടല് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് അങ്ങ് അഴിച്ചിറക്കി വിടുകയല്ലേ. അപ്പൊ എന്തായാലും വീഡിയോ വേണം. നല്ല ആ ഒരു സ്വാഗും സ്റ്റൈലും ഒരു നൃത്തം കണ്ടോ. വലിയ വേണമെങ്കിൽ ഇതിനകത്ത് കാണാം. പിന്നെ നടന്നു വരുമ്പോൾ വലിയ വീഡിയോ ആയിട്ട് സ്വാഗും സ്റ്റൈലിലുള്ള ആ ഒരു വാക്കിംഗ് സ്റ്റൈലൊക്കെ ഇങ്ങനെ. വാക്കിംഗ് സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞപ്പോ ഇപ്പൊ ഓർമ്മ വരുന്നത്, മനസ്സിൽ കൂടെ പോകുന്നത് KGF-ലെ നടന്നു വരലും ആ സാധനമൊക്കെയാണ് മനസ്സിൽ കൂടെ പോകുന്നത്. സത്യം കേട്ടോ. അതിന്റെ അപ്പുറത്ത് ഒരു സാധനം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ടോക്സിക്കിലൂടെ. KGF-ന് ശേഷം അത്രയും വലിയൊരു നടൻ ആളെ വെച്ചൊരു സിനിമ ചെയ്യാനായിട്ട് അവസരം കിട്ടിയിരിക്കുന്നത് ഗീതുവിനെ. അതാണ് ചില്ലറ കാര്യല്ലേ, ഒരു കടമ്പ. മലയാളികൾക്ക് അഭിമാനിക്കാം. അല്ല, ഞാനിങ്ങനെ ആലോചിച്ചു നോക്കാം, എത്ര സ്ക്രിപ്റ്റ് ആള് കേട്ടിട്ടുണ്ടാവും, എത്ര ആൾക്കാർ ചെന്നിട്ടുണ്ടാവും. എന്നിട്ട് അതിൽ നിന്ന് അത് സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ചെറിയ സാധനം ആയതുകൊണ്ടല്ലോ. ഒരിക്കലല്ല, അത് അതിനനുസരിച്ചുള്ള സംഭവം ഉണ്ടാവും. എന്തായാലും ഇതാണ് പോസ്റ്റർ കേട്ടോ. ഇതേതാ വണ്ടി? ഏതൊരു പഴയ ക്ലാസിക് സാധനം കേട്ടോ. ഇത് കൊണ്ടുപോയി ഇരുട്ടത്ത് കൊണ്ടിട്ടിട്ട് വണ്ടി ഏതാന്ന് വെച്ചാൽ ഞാൻ എങ്ങനെ പറഞ്ഞു കൊടുക്കാനാ? അത് യഷിനെ വിളിച്ച് ചോദിച്ചു നോക്ക്, യഷിന് പോലും അറിയണ്ടാവില്ല. ഏതോ ഒരു വണ്ടി അവിടെ കൊണ്ടുപോയിട്ട് അതിന് മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ പറഞ്ഞത്. നല്ല ഹൈറ്റുള്ള ലക്ഷറി സാധനം. ഈ വണ്ടി ഏതാന്നുള്ളത് മേ ബി കമന്റ് വന്നേക്കാലേ. നമ്മളെക്കാട്ടിലും ബുദ്ധിയുള്ള ആൾക്കാർ ഒരുപാട് ഉള്ളത് കൊണ്ടേ. എന്തായാലും ഇതിന്റെ ഒരു വീഡിയോ ആയിരിക്കും മേ ബി 8-ാം തീയതി വരാൻ സാധ്യത കേട്ടോ. ആ വണ്ടിയിൽ ഇങ്ങനെ വന്ന് ഇറങ്ങുന്നു, എന്നിട്ട് സീട്ടൊക്കെ വലിച്ച് ഇങ്ങനെ മുന്നിലൂടെ നടന്നു പോയിട്ട് അപ്പുറത്ത് ആ ലൈറ്റുള്ള ഏരിയയിൽ പോയിട്ട് നിൽക്കുന്നു. എന്നിട്ട് മുകളിലേക്ക് നോക്കിയിട്ട് ഒരു 45 സെക്കൻഡ് സിമ്പിള് മതി. അത് തന്നെ മതി, ധാരാളം. കത്താനുള്ള സാധനം അത് തന്നെ. റോക്കിംഗ് സ്റ്റാർ വിളിച്ചടുക്കും. എന്തായാലും 10:25 AM ഇത് പുറത്തു വരുന്നത്. 8-ാം തീയതി 10:25 AM. 8-ാം തീയതി രാവിലെ വരും. രാഹുലൊക്കെ നോക്കിയിട്ട് വരും അല്ലേ? അയ്യാ, ഓക്കെ.
അപ്പം എന്തായാലും കാത്തിരിക്കാം. അടുത്തതായിട്ട് നമ്മുടെ വല സിനിമയിലെ ഒരു ക്യാരക്ടർ പോസ്റ്ററാണ് വന്നിരിക്കുന്നത്, ജഗതി ചേട്ടൻ്റെ. ഈ പോസ്റ്റർ കണ്ടിട്ട് നമ്മൾ ഇമോഷണലായി. അതുപോലെ തന്നെ വാവ്, സത്യം ആ ഒരു ലുക്ക് കണ്ടിട്ടേ നമ്മളിപ്പോൾ സാധാരണ ഇതിന് മുൻപ് CBI 5 ജഗതി ചേട്ടനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊരു സാധാരണ ലുക്കായിരുന്നു, ഒരു വാവ് ഫാക്ടർ ഒന്നുമില്ല. എന്താണ്, അതായത് എന്തൊക്കെയോ പരിപാടികൾ ജഗതി ചേട്ടനെ വെച്ച് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു സൂചന ഈ ഒരു പോസ്റ്ററിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇതിനകത്ത് വേറൊരു കാര്യം എന്താണെന്ന് അറിയോ, ആളുടെ എന്താ പറയാ ഇപ്പത്തെ അവസ്ഥക്ക് പറ്റിയ റോള് തന്നെയാണെന്നുള്ളതാണ് നമുക്ക്. അതും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ, എന്തോ പ്രൊഫസറോ അങ്ങനെ എന്തോ പേരിട്ട് അങ്ങനെ എന്തോ ഒരു സാധനമാണ് വരുന്നത്. അതുകൂടി ആയപ്പോഴത്തേക്കും പിന്നെ ആ ലുക്കും പ്രൊഫസർ അമ്പിളി, ആ പേര് എന്താണ് അത് ഭയങ്കര ഇമോഷണലായിട്ട് ആ ഒരു ഫീലും കിട്ടുന്നുണ്ട്. അമ്പിളിച്ചേട്ടൻ എന്നുള്ള ആ ഒരു വിളിയിലുണ്ടല്ലോ നമുക്ക് ആളോടുള്ള സ്നേഹം. മലയാളത്തിന്റെ അമ്പിളിച്ചേട്ടനായിരുന്നു. എന്നിട്ട് പിന്നെ അത് മാത്രമല്ല, അങ്കിൾ ലൂണ എന്നുള്ളതാണ് ആളുടെ ക്യാരക്ടർ നെയിം. അങ്കിൾ ലൂണ. ലൂണ എന്ന് കഴിഞ്ഞിട്ട് ഒരു കൊത്തിട്ട് 6 കൊടുത്തിട്ടുണ്ട്, ലൂണാർ. ഓർമ്മയുണ്ടോ ലൂണാറിന്റെ പരസ്യം? അതെ, എന്റെ മോനെ അത് ശരിക്കും ബ്രാൻഡാക്കിയത് നമ്മുടെ ചേട്ടനായിരുന്നു. അപ്പൊ ആ ഒരു കോമഡി ക്യാരക്ടർ ആണ് എന്നുള്ള രീതിയിൽ തോന്നുന്നുണ്ട്. പിന്നെ പ്രൊഫസർ ആവുമ്പോൾ ആ ഒരു സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ലുക്ക് കാണുമ്പോൾ, ആളുടെ കോസ്റ്റ്യൂം കാണുമ്പോൾ, അതായത് ഈ വല സിനിമ ഒരു സോംബി ചിത്രമാണ്. അതെ. അപ്പോൾ ഈ ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്ന കോസ്റ്റ്യൂം കണ്ടോ, അടിപൊളി ലുക്കാ. സംഭവം വർക്ക് ആണ് തോന്നുന്നു അല്ലേ, ചെയ്തേക്കുന്ന തോന്നുന്നു. എന്തായാലും അരുൺ ചന്തു സംവിധാനം ചെയ്യുന്ന സിനിമയാണ്, ഗഗനാചാരി എന്ന സിനിമയ്ക്ക് ശേഷം വരുന്ന സിനിമയാണ്. അതുകൊണ്ട് തന്നെ ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള സിനിമയായിരിക്കും, നോ ഡൗട്ട്. അതായത് ഈ ക്യാരക്ടറിനെ കൊണ്ടുവന്ന് ആകെ കുളമാക്കി ചളമാക്കി വെറുതെയാക്കി കൊണ്ടുവരുമോ എന്നുള്ള ഒരു ഡൗട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നല്ല രീതിയിൽ ആളെ യൂസ് ചെയ്യും. പ്രതീക്ഷിക്കാട്ടോ ഗംഭീരമായിട്ടുള്ള ഒരു തിരിച്ചുവരവ്. ശരിക്കും തിരിച്ചുവരവ് എന്ന് പറഞ്ഞ CBI കൊണ്ടുവന്നിട്ട് വെറുതെ ഒന്നും ഇല്ലാണ്ടാക്കുകയത്, അതിന്റെ അപ്പുറത്തേക്ക് ഒരു ഗംഭീര തിരിച്ചുവരവായിരിക്കും. അതായത് ആളെ ഇനി ആ ലെവലില് കാണാൻ കഴിയുള്ളൂ എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ മനസ്സിൽ പോലും അങ്ങനെ നമ്മൾ കരുതുന്നുള്ളൂ. അതിന്റെ മാക്സിമം CBI 5 കൊണ്ടുവന്നു, ഇമ്പാക്റ്റ് ഉള്ള ഒരു സീനായിരുന്നത്. പക്ഷേ അതായത് മുഴുനീളം ആളെ വെച്ച് ഒരു ക്യാരക്ടർ, അതൊരു കോമഡി ചിത്രം, സോമഡിയാണ് സംഭവം. അപ്പോൾ അതിൽ ആളെ ഈ ഒരു ലുക്കൊക്കെ വെച്ചിട്ട് ആളെ എങ്ങനെ യൂസ് ചെയ്യുമെന്നുള്ളത് സംശയം തന്നെയാണ്. വെറുതെ അങ്ങ് ആളുടെ ബർത്ത്ഡേക്ക് ഇറക്കി വിട്ടിട്ട് ഇതിന് സിനിമക്ക് ഹൈപ്പ് കയറ്റാൻ വേണ്ടിയാണെന്നുള്ള രീതിയിലൊക്കെ വിമർശിക്കപ്പെടുന്നുണ്ട് പലരും. അതൊന്നും ആയിരിക്കില്ല. എന്തായാലും ആൾക്ക് ചെയ്യാനുള്ള സംഭവം ഉണ്ടാവും. എന്താണെങ്കിലും ഈ ഒരു തിരിച്ചുവരവ് തന്നെ മതി. ഭയങ്കര സന്തോഷം തരുന്നുണ്ട് മനസ്സിന്. അതിന്റെ ഇനി എങ്ങനെ പടത്തിൽ എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല, പക്ഷെ എന്നാൽ പോലും ഹാപ്പിയായി അത്രേ ഉള്ളൂ. ഇത് കണ്ടപ്പോൾ ഞെട്ടി സത്യമായിട്ടും ടോട്ടലി. അതായത് ക്യാരക്ടർ ലുക്ക് കൊണ്ടുവന്നതിലൂടെ തന്നെ അതായത് വ്യക്തമായ അവർക്ക് ധാരണ ഉണ്ടെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ക്യാരക്ടറിന്റെ പേരും അതെ, പ്രൊഫസർ അമ്പിളി. അതെ. അപ്പോൾ എനിക്ക് തോന്നുന്നു അതായത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കുറേ പരീക്ഷണങ്ങൾ നടത്തുന്ന ഒരു പ്രൊഫസറായിട്ടുള്ള ഒരു ക്യാരക്ടറാണെന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെ ഭാഗമായി സംഭവിക്കുന്ന വൈറസ് പരിപാടി, അതിലൂടെ സോംബി ആവുന്ന കുറച്ച് പരിപാടികളൊക്കെ ആയിരിക്കാം മേ ബി. എന്താണെങ്കിലും നോക്കാം. എന്താണെങ്കിലും പോസ്റ്റേഴ്സ് രണ്ടും പൊളി സാധനം, രണ്ട് പോസ്റ്റേഴ്സ് വന്നു, 2 കിടുക്ക സാധനം. എന്താണെങ്കിലും ഇനി 8-ാം തീയതി നമുക്ക് കാത്തിരിക്കാം ടോപ്പ് 6 വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.